സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്? നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇത് ഇങ്ങനെ സൈലന്റ് ആയിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ 3 പേരെയും ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അജ്മൽ ഖാനെ നമുക്ക് എല്ലാവരും മുമ്പേ നിങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ ഒരു ക്രഷ് ആയിട്ടുള്ള ഒരാളായിരുന്നു അജ്മൽ ഖാൻ. പിന്നെ അജ്മലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2013 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ലൈക്സ് ഫ്രണ്ട് സർക്കിളിൽ ലൈക്ക് ചോദിച്ചു വാങ്ങിയിട്ടായിരുന്നു ആ ഇൻഫ്ലുവൻസിങ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് എപ്പോഴാണ് ഈ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു? അതായത് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെ സെറ്റ് ആക്കണം. നമ്മൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയായിരുന്നു. അപ്പോൾ വീട്ടുകാർ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയപ്പോൾ എനിക്കൊരു വർക്ക് കിട്ടി. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു വർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ഇതാണ് എൻ്റെ പരിപാടി, ഞാൻ ഇത് പിടിച്ചു പോയാൽ മതി, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ആണ്. ഓക്കെ. അതുപോലെ റാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടിക്ടോക്കിൽ കൂടെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ടിക്ടോക്കിൽ ഒരു കോമഡി ലെവൽ ഓഫ് കണ്ടന്റ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്നും ഫ്ലവേഴ്സിലോട്ട് എത്തി. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തുടങ്ങിയതാണ്, കൂട്ടുകാർ വെച്ചുള്ള പരിപാടി വെച്ച് തുടങ്ങിയതാണ്. അപ്പം അന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ വൈറലാവണമെന്നോ ഒന്നും അറിയില്ല. ശരിക്കും ആദ്യം തുടങ്ങിയത് ഡബ് സ്മാഷിൽ നിന്നായിരുന്നു. ഡബ് സ്മാഷിൽ നിന്ന് മ്യൂസിക്കലി വന്നിട്ട് മ്യൂസിക്കൽ ടിക്ടോക്ക് അങ്ങനെ ടെലിവിഷനിൽ കയറി അങ്ങനെ വന്നതാണ്. അപ്പം ചക്കപ്പഴത്തേക്ക് പിന്നെ അതിനകത്ത് അവസരം കിട്ടി. അതിനുശേഷം പിന്നെ ഇപ്പോൾ സിനിമ വന്നു. അപ്പം നല്ല സന്തോഷം. ഓക്കെ. അപ്പം ഇതിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളെ 3 കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ളത് അഭിയാണ്. പക്ഷെ നമ്മൾ റീൽസ് ഒക്കെ കാണുമ്പോൾ, സ്പെഷ്യലി അമ്മേന്റെ കൂടെയുള്ള റീൽസ്, നമ്മൾ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡബ് സ്മാഷ് അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീൽസ് ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷെ അബീൻ്റെത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം. നമ്മളൊക്കെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം. എങ്ങനെ ആ ഒരു ഐഡിയയിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? എനിക്ക് പെട്ടെന്ന് വൈറലാവണമായിരുന്നു, പെട്ടെന്ന് റീച്ച് ചെയ്യണമായിരുന്നു, പെട്ടെന്നൊരു സ്റ്റെബിലിറ്റി എല്ലാവരും കാണണമെന്നൊരു ആഗ്രഹം വേണമായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്ന കണ്ടന്റ് നമ്മുടെ ഇത് റിയാലിറ്റിയും പിന്നെ ഷെയറും അതും കൂടുതലുള്ള സാധനം പെട്ടെന്ന് വൈറലാകും. ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂല് കേട്ടപ്പെട്ട ഞാൻ ആദ്യമായിട്ട് അറിയണത് അബിയെ 2023 നീ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 1 മില്യൺ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാല് അത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഞാൻ ശരിക്കും 2 വർഷം കൊണ്ട് അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. വേറെ ഏത് കണ്ടന്റ് വന്നാലും ആളുകൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ നോക്കും. ആദ്യത്തെ ഒരു 100-150 കണ്ടന്റോളം അത് തന്നെ പിടിച്ച് വേറെ ഒന്നും ചെയ്യാതെ ഷെയറും റിലേറ്റബിലിറ്റിയും മാത്രം നോക്കി ചെയ്ത്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് എല്ലാവരും അമ്മമാർക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മമാർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവർക്ക് വേണം. അപ്പോൾ ഫോളോ ചെയ്ത് വെക്കണം, പേര് മറന്നു. അപ്പോൾ എൻ്റെ പേര് അഭികൃഷ്ണൻ ആയതുകൊണ്ട് എയും 2 ബി 2 ഐ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് കിട്ടത്തില്ല. അതും ഒരു നല്ലൊരു ഫാക്ടറാണ്. കാരണം എല്ലാവരും പേര് മാറ്റാൻ പറയും, പക്ഷേ ഈ പേര് മറന്നു പോകുന്നുണ്ട് എല്ലാവരും ഫോളോ ചെയ്ത്. അങ്ങനെയും വരും. അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഒറിജിനൽ പേര് വെച്ചേക്ക് അഭിജിത്താർ. ഞാൻ നോക്കിയിട്ട് അബിന്ന് വിളിച്ച് ഞാൻ കുറെ സെർച്ച് ചെയ്തു, പക്ഷെ അബിന്ന് മാത്രമേ പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഫുൾ അല്ല, എന്റെ അക്കൗണ്ട്സിലെല്ലാം അഭികൃഷ്ണൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് നേരത്തെ രാവണൻ എന്നായിരുന്നു, അത് മാറ്റിയതാ. ഒരു സമയത്ത് അങ്ങനൊക്കെ പേരായിരുന്നു. ഇപ്പൊ അജ്മൽ ഖാന്റെ പഴയ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നാറുണ്ടോ? തോന്നാറില്ല. അല്ല, നമ്മൾ ഒരു സമയത്ത് ഫേസ്ബുക്കിൽ ഇടുന്നത് അഖിൽ പോപ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പേര്, പിന്നെ എഡിറ്റിംഗ് സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് തീം പുകയൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പൊ പഴയ ഫോട്ടോസ് കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ വന്നിട്ടുണ്ടോ? അതെയോ? ഓക്കെ. എൻ്റെ അതുപോലെ റാഫിന്റെ കാര്യത്തിൽ അതിനിടയിൽ പോയിട്ടൊരു അവാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീരിയലിൽ തന്നെ അവാർഡ് കിട്ടിയല്ലേ? അപ്പോൾ യൂഷ്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവാർഡ് കിട്ടുമ്പം എന്തായിരുന്നു എക്സ്പീരിയൻസ്? അത് ക്രിഞ്ചായി പോകും. ഓക്കെ. അതിനുശേഷം മൂവിയിലോട്ട് വന്ന്, അപ്പം സീരിയലും ഈ സിനിമയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സീരിയലിലേക്ക് അഭിനയിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ സീരിയൽ അതൊരു സിറ്റ്കോം പരിപാടിയാണ്. അപ്പം ഈ എന്താ പറയുക, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പം നാച്ചുറൽ സാധനങ്ങളെ കൂടുതലാണ് ചെയ്യുന്നത്. സിനിമ വരുമ്പോൾ കുറച്ച് സിനിമാറ്റിക് പരിപാടിയാണ്, എന്താ വലിയ പ്രൊഡക്ഷൻ, വലിയ പരിപാടി. അപ്പം എക്സ്പീരിയൻസ് മാറും. നമ്മൾ ഈ പറയുന്ന സ്പീഡും പരിപാടികളും അവിടെ പിടിക്കാൻ പറ്റില്ല. അവിടെ കുറേ വേരിയേഷൻസ് വരും, മോഡുലേഷൻ വരും, അങ്ങനത്തെ കുറേ ഇതുണ്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി കണിമംഗലം. അതെ. അപ്പോൾ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. അത് എങ്ങനെയാണ് ആ ഒരു സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ അതൊരു 2018 സമയത്ത് ഇതൊരു സീരീസ് ആയിരുന്നു, വെബ് സീരീസ് ആയിരുന്നു. രാജേഷ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത വെബ് സീരീസ് ആയിരുന്നു. അത് ഒരു കൊറോണ സമയമായിരുന്നു. അപ്പോൾ ഒരു 3-4 വർഷത്തോളം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അതിനുശേഷം തീപ്പൊരി പിന്നി എന്ന് പറഞ്ഞൊരു സിനിമ പുള്ളി ചെയ്തു. അതിനുശേഷമാണ് ഈ കണിമംഗലത്തിലോട്ട് വരുന്നത്.
അപ്പം അന്നത്തെ സമയത്ത് മനസ്സിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല സിനിമയാക്കുന്നത്. പക്ഷേ ആ സീരിയസും ഈ സിനിമയായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇത് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി. അത് ഇവര് ഒരുപാട് കൊല്ലത്തെ ഡ്രീമിലാണ് ഇപ്പം ഞാനായാലും അഭിയായാലും ഇതിലുള്ള എല്ലാ ആൾക്കാരായാലും ഉള്ളത്. ഇവരുടെ നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അറിയില്ല, ഐ മീൻ അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ സംഭവം ഒന്നും അറിയില്ല. പക്ഷെ ഇവരുടെ ഒരുപാട് കൊല്ലത്തെ ഡ്രീമിലേക്കാണ് നമ്മളെ ഇൻവോൾവ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവർ അടിപൊളിയാക്കും എന്നുള്ളൊരു കോൺഫിഡൻസാണ് നമ്മളിൽ. അല്ല, എനിക്ക് ഈ ട്രെയിലർ കണ്ട സമയത്ത് പെട്ടെന്ന് എനിക്ക് കണക്ട് ചെയ്ത് നമ്മുടെ അടി കപ്പിയാരും കൂട്ടമണിന്റെ ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണോ? അതെ, എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ അതൊരു വേറെ ടൈപ്പ് ഓഫ് സ്റ്റോറി, ഇതൊരു വേറെ ടൈപ്പ് ഓഫ് സ്റ്റോറി. മേ ബി അത് ജെൻസ് ഹോസ്റ്റല് ഇങ്ങനെ വരുന്നോണ്ടായിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനത്തെ ലൈനപ്പ് ആയിരിക്കില്ല. എന്തായാലും പടം കാണുമ്പോൾ അറിയാലോ, ജനുവരി 16 റിലീസ്. ഇത് എല്ലാ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആയിരിക്കും. കാരണം വെച്ചാൽ ഹോസ്റ്റൽ ലൈഫ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ പരിപാടി ആണല്ലോ. അതെ. എൻ്റെ അജ്മലിന്റെ കാര്യത്തിൽ ഞാൻ ലാസ്റ്റ് കണ്ട ഇന്റർവ്യൂവിൽ അജ്മൽ കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു. ഈ നമുക്ക് എപ്പോ കാണുമ്പോൾ ലുക്ക് അതങ്ങനെയാണ്. റിയാലിറ്റി ഞാൻ പറഞ്ഞത് എന്താ സംഭവം വെച്ചാല് ഇവർക്കൊക്കെ കണ്ടന്റ് ചെയ്യാം. ഇവര് വേറെ വേറെ കണ്ടന്റ് ഒക്കെ എനിക്ക് പിടിച്ചിക്കണെങ്കിലേ ഞാൻ വേറെ വേറെ സാധനങ്ങൾ കാണിച്ചു സ്ലോ മോഷൻ നടക്കാനോ ഫോട്ടോ എടുക്കാനോ മാത്രമേ അറിയുള്ളൂ. അല്ല, നമ്മുടെ ഇമ്രാൻ ഹഷ്മിക്ക് ശേഷം നടത്തത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായ ആണല്ലേ? നടന്നാ മതി. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാണ് ഈ ലുക്കിന്റെ കാര്യത്തിൽ. എനിക്ക് ഇഷ്ടമാണ്. അതായത് എനിക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പണ്ട് സ്കൂളിലും ആ സമയത്തൊക്കെ പഠിക്കുമ്പോൾ ബെക്കാമിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന. അപ്പൊ ആളാണെങ്കിൽ ഒരുപാട് ഹെയർ സ്റ്റൈൽ, ഫോട്ടോ നോക്കുമ്പോൾ ഒരുപാട് ഹെയർ സ്റ്റൈൽസും സംഭവങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഇയാൾ എന്ത് ചെയ്താലും ഒരുപാട് ലുക്കാണല്ലോ. അപ്പൊ പിന്നെ 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 ആയപ്പോ എന്റെ മനസ്സിൽ തോന്നി ഇല്ല, കാരണം ഹെയർ വെച്ചിട്ടാണ് കളിക്കണ ആള്. അപ്പൊ ഞാനും ഹെയർ വെച്ചിട്ട് എന്റെ മനസ്സിൽ തോന്നലൊക്കെ ഞാൻ ആഗ്രഹം ചെയ്തു തീർക്കില്ല. ഓക്കെ, റാഫിക്കിനെ കുറിച്ചിട്ട് ഓൾറെഡി കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ വിവാദങ്ങളൊക്കെ ഓവർകം ചെയ്യുന്നത്? ഒന്നുമില്ല, ഓക്കെ. നബി, അമ്മേൻ്റെ കാര്യത്തിൽ യൂഷ്വലി നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു അമ്മ മകൻ ബന്ധത്തിൽ നമുക്ക് ഒരു ഏജ് കഴിയുന്ന സമയത്ത് നമുക്ക് അമ്മേനോടും മക്കൾ സ്നേഹം കാണിക്കുന്നത്, സ്പെഷ്യലി ആൺകുട്ടികൾ സ്നേഹം കാണിക്കുന്നത് ഭയങ്കര കുറവാണ്. അത് നമ്മൾ മനസ്സിലൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് കൂടുതലും കാണിക്കാറുള്ളത്. പക്ഷെ അബീൻ്റെ കാര്യത്തിൽ അമ്മയും അബിയും തമ്മിലുള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നു അബീനേക്കാളും കുറച്ചുകൂടെ ഫാൻസ് അമ്മക്കാണ് തോന്നുന്നു. എങ്ങനെയായിരുന്നു അമ്മയായിട്ടുള്ള ആ ഒരു മീൻസ് റീൽസ് ചെയ്യണമെന്നൊരു ഐഡിയ വന്നത് എങ്ങനെയായിരുന്നു? റീൽസ് ചെയ്യണമെന്ന ഐഡിയ വന്നത് കൂട്ടുകാരെ വിളിച്ചിട്ടൊന്നും വന്നില്ല. അപ്പം വിളിച്ചാൽ പെട്ടെന്ന് വരുന്ന അമ്മയെ. അങ്ങനെയാണ് അമ്മയായിട്ട് പെട്ടത്. അമ്മയെ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാലും ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ നാട് ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ എല്ലാ വീടും എൻ്റെ വീട് പോലെ തന്നെ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആ കണക്ഷൻ്റെ ഇങ്ങനെയൊക്കെ തോന്നാറ്. ഞങ്ങളുടെ ആ നാട്ടിൽ ഏത് വീട്ടിൽ പോയാലും ഇതിലും വലിയ കണക്ഷൻസാണ്. അങ്ങനെയൊക്കെ